ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു അമ്മ സ്പെഷ്യൽ ക്രാബ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഈസിയും ടേസ്റ്റിയും ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അപ്പം ഒത്തിരി ക്രാബൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഇത്തിരി ക്രാബേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാം എന്നുള്ള ഡിസിഷനിൽ വന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രാബ് വാടിപ്പോയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ബാക്കി സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ക്രാബൊക്കെ നല്ല വൃത്തിക്ക് നമ്മൾ റണ്ണിങ് വാട്ടറിൻ്റെ അകത്ത് കഴുകി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ നടുവിനെ മുറിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് ഇടുക എന്നാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് അതേപോലെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിൽ പോയി നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഇവിടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചില്ലി പൗഡർ, മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി മാറ്റാം. ഇവിടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരങ്ങയാണ്. നമ്മളിവിടെ ഫുൾ നാരങ്ങ എടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു ചെറിയ പുളിപ്പിനും വേണ്ടിയാണ്, ആ എരിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഫുൾ നാരങ്ങ നമ്മൾ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി ഗാർലിക് പേസ്റ്റും. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കോട്ടിങ്ങിന് വേണ്ടി നമ്മളിവിടെ ഗോതമ്പ് പൊടിയും അതോടൊപ്പം തന്നെ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇടുമ്പോഴാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. നന്നായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് 15 to 20 മിനിറ്റ്സ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞു നമ്മളിപ്പോൾ ഒന്ന് വറക്കാൻ പോവാണ്. അപ്പം നമ്മളിവിടെ ചീനിച്ചട്ടിയിലാണ് വറക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഞണ്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഡീപ്പ് ഫ്രൈ വേണ്ട. അതാകുമ്പം ഡീപ്പ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ പാടായിരിക്കും, ഭയങ്കര കട്ടിയായിട്ട് പോവും. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ലൈറ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. അപ്പം നമുക്ക് നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ ഞാനിപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ട് കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.